ഓക്കെ, അപ്പം നമുക്കിന്നൊരു ക്യാരറ്റ് മെഴുക്കുവരട്ടിയും കൂടെ ചെയ്യാമേ. ഓക്കെ, ഇന്ന് കംപ്ലീറ്റ് ഔട്ട്ഡോറാണ് ഗൈസ് കുക്കിംഗ്. ഓക്കെ, അപ്പം നമുക്കിത് കംപ്ലീറ്റ് ഞാൻ തടിയെ വെച്ച കാര്യമാണെന്ന് ഓർത്തു. ഓക്കെ, നേരത്തെ ഞാൻ കുറച്ച് ഓൾറെഡി അരിഞ്ഞ് വെച്ചു ഗൈസ്. ഇങ്ങനെയാണ് ഇത് മൊത്തം കുറേ ക്യാരറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് മൊത്തം അരിഞ്ഞിട്ട് ഞാൻ കുക്കിംഗ് തൊട്ട് എൻ്റെ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് സംഭവം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറുതായിട്ട് അരിയുന്ന കാണിച്ചത്. ഓക്കെ, ഈ അരിഞ്ഞ് അടുപ്പിലിടുന്ന ഭാഗം തൊട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, A few moments later. നമസ്കാരം ഗൈസ്. അപ്പം ഞാൻ ഒരു ക്യാരറ്റ് മെഴുക്കുവരട്ടിയുടെ വ്ളോഗ് ചെയ്യുവാണ്. നിങ്ങൾക്ക് അറിയാം, സിമ്പിളാണ്. ഞാൻ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മുമ്പ് ഞാൻ കാണിച്ചൊരു ക്യാരറ്റ് ഞുറുക്കുന്ന ക്യാരറ്റ് ഫുള്ള് ഞുറുക്കി അതിനകത്ത് ഒരു സവോളയും ഒരു 4 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തോട്ട് നമുക്കിനി ലേശം ഉപ്പുപൊടി ഇടാം. ഓക്കെ, ഇത്രയായിരിക്കും. അത്ര വലിയ ഉപ്പ് മാത്രം എടുക്കാം. മിനിറ്റ് നോക്കി നമുക്ക് കൂടുതൽ തോന്നി ആയത് മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. വെന്തിട്ട് ഒട്ടും ഉപ്പില്ലെങ്കിൽ നമുക്ക് ലേശം ചേർക്കാം. ഞാൻ ഉപ്പിൻ്റെ ഉപയോഗം ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് വഴറ്റാം. നന്നായിട്ട് വഴലിട്ട് ഞാൻ മെഴുക്കുവരട്ടിക്ക് വെള്ളം ചേർക്കാറില്ല, അതിൻ്റെ തന്നെ ഒരു നീരിറങ്ങുമല്ലോ. ഓക്കെ, അപ്പം അത് വേഗട്ടെ. ഉള്ളിയുടെ ഒക്കെ അപ്പോൾ നന്നായിട്ട് വേഗട്ടെ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ അടുപ്പേ കിടന്ന് നന്നായിട്ട് വഴലണം. ഓക്കെ, അതിന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മെഴുക്കുവരട്ടി റെഡി. ഇത് നന്നായിട്ട് വഴലട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് വഴന്നിട്ട് ഞാൻ ഇനി ബാക്കി കടിഞ്ഞ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, A few moments later. ഓക്കെ, അപ്പം നമ്മുടെ ക്യാരറ്റ് മെഴുക്കുവരട്ടി നന്നായിട്ട് വെന്തു. ഓക്കെ, വെന്തിരിപ്പുണ്ട്. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇതിൽ ലേശം വെള്ളമൊന്നും ഒഴിച്ചില്ല, പക്ഷേ ആ സവോളയുടെ വെള്ളവും ലേശം എണ്ണയും എല്ലാം, സവോളയുടെ വെള്ളവും ഇറങ്ങും, എണ്ണയല്ലേ സംബന്ധിച്ചുള്ള എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഉപ്പ് അരിഞ്ഞത് എല്ലാം കൂടാണ് ഇങ്ങനെ. ഓക്കെ, നന്നായിട്ട് വഴന്നിട്ടുണ്ട്. വഴന്നെങ്കിൽ പച്ചയോ ഇത് നമുക്ക് മുളക് പൊടി ഇട്ടും ചെയ്യാം. നിങ്ങളൊക്കെ ചെയ്യുന്നത് പച്ചമുളക് ഇട്ടും ചെയ്യാം. പിന്നെ നമ്മൾ മീൻകറിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ മുളക് പൊടിയും ഒത്തിരി ഐറ്റംസോടും കൂടി ചെയ്യുന്നത് നമ്മൾ പച്ചമുളക്. ഓക്കെ ഗൈസ്, ആപ്പ് ഇന്നത്തെ വീഡിയോസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വെച്ച 3 ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ എക്സ്പേർട്സ് ആണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയ എളിയ പാചകം ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എനിക്ക് ലൈവ് ഷോർട്സും ഒക്കെ വരുന്നത്. ഓക്കെ, ലവ് യു ഓൾ. ബൈ ബൈ, ടാറ്റ, ടേക്ക് കെയർ.